Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂള് കൃത്യമായ റിസൾട്ട് കിട്ടും. അതായത് ചില ആളുകൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യും, പക്ഷേ കൃത്യമായി ഫോളോ ചെയ്യാറില്ല പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അവർക്ക് റിസൾട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനോ, അല്ലെങ്കിൽ ചില ആളുകൾ പറയാറില്ലേ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു, ഇപ്പൊ റിലേഷൻഷിപ്പ് കൂടി ഇല്ലാതായി എന്ന് പറയാറുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. സോ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നോക്കാം. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പക്ഷേ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഒരു കൃത്യമായ ക്ലോഷർ നൽകിയില്ല, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തില്ല. അതുകൊണ്ട് ഇനി അത് കൊടുക്കണം അല്ലെങ്കിൽ അത് പറയണം എന്ന് കരുതിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഓപ്പൺ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരെ നിരന്തരം കോൾ ചെയ്യുക. ഇങ്ങനെ ഒരു ക്ലോഷർ കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് റിഹേഴ്സ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അങ്ങനെ ഒരു ലാസ്റ്റ് മെസ്സേജ് കൊടുത്തില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തതിന് മുമ്പ് എനിക്കൊരു മെസ്സേജ് പറയാനുണ്ട് എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം. നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കൃത്യമായ ക്ലോഷർ നൽകണം, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വേർഡ് എന്ന രീതിയിൽ എന്തെങ്കിലും പറയണം, അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ചില ആളുകൾക്കുള്ള ഒരു കാര്യമായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊടുക്കണം എന്നൊക്കെ. സോ അങ്ങനെ ഒരു പെർഫെക്റ്റ് ടെക്സ്റ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു ബൈ നോട്ട് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നോ കോണ്ടാക്ട് റൂളിന് റിസൾട്ട് കിട്ടില്ല, അങ്ങനെ ഒരു കാര്യമില്ല, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലോഷർ കൊടുക്കുന്നതിന് വേണ്ടി എന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. നോ കോണ്ടാക്ട് റൂളിൽ കൃത്യമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, ചില ആളുകൾ നോ കോണ്ടാക്റ്റിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷെ എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നോ കോണ്ടാക്റ്റിലാണ് കേട്ടോ, ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നീ വരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നത്, ഇങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ. അതുകൊണ്ടാണ് പല ആളുകൾക്കും നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടാത്തത്. അതായത് അവർ സോഷ്യൽ മീഡിയസിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന അവരുടെ പോസ്റ്റ്, സ്റ്റോറീസ്, സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നു, അതിന് ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ഇവരെ കുറിച്ച് തിരക്കുന്നു. ഇത്തരത്തിൽ എപ്പോഴും അവരുടെ പുറകെ ചേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടെങ്കിലും നോ കോണ്ടാക്ട് റൂളിന് പ്രതീക്ഷിച്ചൊരു റിസൾട്ട് ആയിരിക്കില്ല കിട്ടുക. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ലീവ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല. മാത്രമല്ല നിങ്ങൾ മനഃപൂർവ്വം നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം സൈലൻസിലേക്ക് പോയിരിക്കുകയാണ് എന്നൊരു കാര്യമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇങ്ങനെ അവരെ നോ കോണ്ടാക്റ്റിലാണ് പക്ഷെ സ്റ്റിൽ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമതായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം, കൃത്യമായ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചില ആളുകൾക്ക് ഒരു ഫിയർ ഉണ്ടായിരിക്കും, നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് ഇനി എന്നേക്കുമായി ഇല്ലാതാവുമോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആയി പോവോ, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും, ഒന്ന് മെസ്സേജ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്തേക്കാം, നോ കോണ്ടാക്ട് എങ്ങനെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് അവരുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചേക്കാം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു തോട്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു ഫിയർ നിങ്ങൾ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി അവെയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫിയർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, മൂന്നാമതായിട്ട് പറഞ്ഞ ആ ഒരു ഫിയർ നിങ്ങൾക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ, കൃത്യമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട്, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ
അവിടെ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ എത്ര ദിവസമാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളും അടങ്ങിയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക, അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്